അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകളിലൊക്കെ സ്ഥാനം പിടിച്ചിരുന്ന ഒരു പ്രിയങ്കരനായ പേരക്കുഞ്ഞുങ്ങളുമായി കൂട്ടുകൂടി കളിക്കുന്ന എന്തൊരു മുഖകാന്തിയുള്ള ഒരു മഹത്വമുള്ള വ്യക്തിത്വത്തെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രംപും നെത്യാന്യാഹുവും കൂടെ കൊലപ്പെടുത്തിയത്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ കൊല്ലപ്പെട്ട ഷഹീദ് ആയിട്ടുള്ള ആ അലി ഖാമേനിയുടെ ഖബറടക്കം ഇന്നാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇസ്രായേലും കൂടി ചേർന്ന് കൊലപ്പെടുത്തിയത്. എന്നാൽ മരണപ്പെട്ടു പോയ ആയത്തുൽ അലി ഖാമേനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആയത്തുൽ അലി ഖാമേനി കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി 28 തീയതിയാണ്. ഇന്നേക്ക് 50 ദിവസം പിന്നിടുന്നു. പക്ഷേ ഇതുവരെയും ആയത്തുൽ അലി ഖാമേനിയുടെ മൃതദേഹം ഇറാൻ ഭരണകൂടം ഇതുവരെയും ആ മൃതദേഹം അടക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതുവരെയും സംസ്കരിക്കാൻ ഇറാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, അമേരിക്കയും ഇസ്രായേലിനെയും അവർക്ക് പിന്തുണ കൊടുക്കുന്ന ആ രാജ്യത്തിന് ചുറ്റുമുള്ള സകലമായ അറേബ്യൻ രാഷ്ട്രങ്ങളെയും ഒക്കെ ആക്രമിച്ച മിസൈലുകളും ബോംബുകളും കൊണ്ട് തങ്ങളുടെ കരുത്ത് തെളിയിച്ച ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തുകൊണ്ടാണ് തങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുൽ അലി ഖാമേനിയുടെ മൃതദേഹം സംസ്കരിക്കാൻ സാധിക്കാത്തത്? സാധാരണഗതിയിൽ ഒരു രാജ്യത്തിലെ അവിടുത്തെ പ്രധാനപ്പെട്ട 1989 ആയത്തുള്ള ഖൊമേനി മരണപ്പെട്ട സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇറാന്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയത്. ജനങ്ങൾ വികാരധീനരായി ആ മയ്യത്തിന് പിന്നാലെ ഓടിയ ദൃശ്യങ്ങൾ ഇന്നും ചരിത്രത്തിലുണ്ട്. എന്നാൽ ഇവിടെ ആയത്തുൽ അലി ഖാമേനിയുടെ കാര്യം അങ്ങനെയല്ല. നേരെ തിരിച്ചാണ്. 7 ആഴ്ചകൾ പിന്നിട്ടു. പക്ഷേ ഇതുവരെയും ആയത്തുൽ അലി ഖാമേനിയുടെ മൃതദേഹം അടക്കം ചെയ്തിട്ടില്ല. ഇനി അത് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അടക്കം ചെയ്ത ഖബർ എവിടെയാണെന്നും ആർക്കും അറിയില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവർ പുറത്തുവിട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ആയത്തുൽ അലി ഖാമേനിയുടെ മൃതദേഹം അടക്കം ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇറാൻ ഭരണകൂടം വലിയൊരു സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ഒരു ചാര സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത്. ഈ മൊസാദ് കാരണത്താൽ ഇറാനിലെ ഒരുപാട് നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആയത്തുൽ അലി ഖാമേനിയുടെ ആ ഒരു മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വിലാപയാത്ര ഉണ്ടാകും. ആ വിലാപയാത്രയ്ക്ക് എന്തായാലും അവിടെ ഒരുപാട് നേതാക്കൾ, പ്രമുഖരായ ഇറാനിലെ എല്ലാ നേതാക്കളും ഒത്തുകൂടും. ആ സമയം നോക്കി ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇറാൻ ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോട് പോലും. പലരും അങ്ങാടികളിലും മറ്റു കടകളിലുമൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു തർക്കിക്കുകയാണ്. യഥാർത്ഥത്തിൽ കണ്ടില്ലേ, ഇതല്ലേ ഈ ഷിയാക്കളുടെ സ്വഭാവം? അവർ മരിച്ചിട്ട് മറവ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന ആ റസൂലിൻ്റെ വാക്കുകൾക്ക് എന്ത് വിലയാണ് ഈ പറയുന്ന ഷിയാക്കൾ കൊടുത്തിട്ടുള്ളത്? നോക്കൂ, കൂടുതൽ ഷിയാക്കൾ സുന്നി പോരുണ്ടാക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സയനിസ്റ്റുകളും ഈ പറയുന്ന സാമ്രാജ്യത്വവാദികളുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സമുദായത്തിന് കഴിയുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ളത്. മാത്രമല്ല, ഈ ഷിയ വിഭാഗക്കാർ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. ദൈവികമായിട്ടുള്ള ഇസ്ലാമിക നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം അവഗണിച്ചവരാണ്. അല്ലെങ്കിൽ അതിലൊക്കെ കുത്തിനിറച്ച് ബിദ്അത്തുകളും പല വൃത്തികേടുകളും കൊണ്ടുവന്നവരാണ് നമ്മൾ കണ്ടു. കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തിടെ സുരക്ഷാ മേധാവി അലി ലാരിച്ചാനി അടക്കമുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടത് ഇറാന്റെ ആത്മവിശ്വാസം തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. ശത്രുക്കൾ തങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാം അറിയുന്നുവെന്ന തിരിച്ചറിവ് അവരെ ഭയപ്പെടുകയാണ്. ഇതാണ് ആയത്തുൽ അലി ഖാമേനിയുടെ മൃതദേഹം അടക്കം ചെയ്യാത്തതിന് കാരണമായി പറയുന്ന ഒരു കാര്യം. ഈ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ ദൗർബല്യം ഇതൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നുണ്ട്. പല അന്താരാഷ്ട്ര ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ഭരണകൂടം ഇപ്പോൾ അങ്ങേയറ്റം ദുർബലമാണെന്നാണ്. രാജ്യത്ത് 50 ദിവസമായി ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം വലിയ രീതിയിൽ പോകുന്നുണ്ട്. ഒരു വിലാപയാത്ര നടത്തി കഴിഞ്ഞാൽ അത് ഭരണവിരുദ്ധ പ്രക്ഷോഭമായി മാറുമോ എന്ന ഭയം അവിടുത്തെ ഭരണകൂടത്തിലുണ്ട്. അതുകൊണ്ടാണ് 2 week to hold കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തിടെ സുരക്ഷാ മേധാവി അലി ലാരിച്ചാനി അടക്കമുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടത് ഇറാന്റെ ആത്മവിശ്വാസം തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. ശത്രുക്കൾ തങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാം അറിയുന്നുവെന്ന തിരിച്ചറിവ് അവരെ ഭയപ്പെടുകയാണ്. ഇതാണ് ആയത്തുൽ അലി ഖാമേനിയുടെ മൃതദേഹം അടക്കം ചെയ്യാത്തതിന് കാരണമായി പറയുന്ന ഒരു കാര്യം. ഈ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ ദൗർബല്യം ഇതൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നുണ്ട്. പല അന്താരാഷ്ട്ര ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ഭരണകൂടം ഇപ്പോൾ അങ്ങേയറ്റം ദുർബലമാണെന്നാണ്. രാജ്യത്ത് 50 ദിവസമായി ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം വലിയ രീതിയിൽ പോകുന്നുണ്ട്. ഒരു വിലാപയാത്ര നടത്തി കഴിഞ്ഞാൽ അത് ഭരണവിരുദ്ധ പ്രക്ഷോഭമായി മാറുമോ എന്ന ഭയം അവിടുത്തെ ഭരണകൂടത്തിലുണ്ട്. അതുകൊണ്ടാണ് 2 week to hold. കഴിഞ്ഞ ദിവസം എന്താ പറയുക, മുഹറം ആചരിച്ചവരാണ് യഥാർത്ഥത്തിൽ ഇറാനികൾ. എന്നിട്ട് ആ ഇറാനിൽ അവർ എങ്ങനെയാണ് എന്താ പറയുക, നമ്മുടെ ഹുസൈൻ എന്നവർ കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ട ആ ദുഃഖം ആചരിക്കുന്ന രീതി എന്താണ്? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണോ മുസ്ലിങ്ങൾ? അങ്ങനെ പലരും സംശയിക്കുന്നുണ്ട്. ഇതര വിഭാഗങ്ങൾ പോലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷിയാക്കൾ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്? ഇത് ഷിയാക്കളിലെ ഒരു വിഭാഗം മാത്രമാണ്. അതല്ലാതെ മൊത്തം ഷിയാക്കൾ ഇങ്ങനെ കാണിക്കുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സോഴ്സുകളിലും കടന്നു ചെന്ന് നോക്കൂ. ഒരിക്കലും ഷിയ എന്ന് പറയുന്നതും ഈ പറയുന്ന സുന്നി എന്ന് പറയുന്നതുമായ വിഭാഗങ്ങളും പിന്നീട് കേരളത്തിൽ ഈ സുന്നി ജമ എന്ന് പറയുന്ന സംഗതികൾ ഉണ്ടായതിൻ്റെയും ഒക്കെ പിന്നിൽ ഭംഗിയായിട്ട് പിശാച് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാന സംഗതിയാണ്. പിശാച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലൈവായി നിർത്തുമ്പോഴാണ് ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന ഏക ധ്രുവത്തിൽ നിന്ന്, മുസ്ലിം എന്ന് പറയുന്ന ഏക ഭാവനയിൽ നിന്ന്, ആ അടിസ്ഥാന സത്യത്തിൽ നിന്ന് തെന്നിമാറി മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാവുകയും പരസ്പരം സംസാരിക്കുകയും കാണുകയും വിവാഹം ചെയ്യുകയും മയ്യത്ത് എടുക്കുകയും മയ്യത്ത് പരിപാലനത്തിൽ പോലും പങ്കെടുക്കാതിരിക്കുകയും പരസ്പരം എന്താ പറയുക നമസ്കാരത്തിൽ പോലും ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുത്തത് യഥാർത്ഥത്തിൽ പിശാചാണ്.
എന്തുകൊണ്ടെന്നാൽ പിശാചിനെ കുറ്റം പറഞ്ഞ് ഒഴിയുകയാണോ കാക്ക? പിശാച് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു സൂഫി കഥയിൽ പറയുന്നുണ്ട് ഈ കാര്യം. എന്തുകൊണ്ടാണ്? മാത്രമല്ല പ്രവാചകൻ ഇത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു പണ്ഡിതൻ്റെ മഷിക്ക് ആലോചിച്ച് നോക്കണം. ഒരു എന്താ പറയുക, ഒരു ഷഹീദിൻ്റെ രക്തത്തേക്കാൾ പുണ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയായിട്ടുള്ള ആലിമായിട്ടുള്ള ഒരു വിശ്വാസിക്ക് നോക്കണം, ഈ പറയുന്ന ആരാധന ചെയ്യുന്ന ഒരു വിശ്വാസിയേക്കാൾ പ്രത്യേകതയുണ്ട്. ഒരു ചെറിയ കഥ ഞാൻ ഇതിൽ അവതരിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ, അഥവാ ഒരു പള്ളിയിൽ എന്ന് നമുക്ക് പറയാം, ആ പള്ളിയിൽ ഒരു വിശ്വാസി കിടന്നുറങ്ങുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് ഒരു വിശ്വാസി ആരാധന എടുക്കുന്നു, നമസ്കരിക്കുന്നു എന്നർത്ഥം. ആ നമസ്കരിക്കുന്ന ആ ആബിദായ ആ വിശ്വാസി വേണ്ടത്ര വിജ്ഞാനമുള്ള ഒരു വ്യക്തിയല്ല മതപരമായ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ ആബിദായ മനുഷ്യനെ പിശാചിന് എത്രയും പെട്ടെന്ന് അയാളുടെ ആ ഇബാദത്തിനെ അല്ലെങ്കിൽ ആ അമലിനെ വസുവാസുണ്ടാക്കി ഇല്ലാതാക്കാൻ പിശാചിന് എളുപ്പമാണ്. പക്ഷേ ഇവിടെ കിടന്നുറങ്ങുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഒരു വിവരമുള്ള ആലിമായിട്ടുള്ള ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. പക്ഷേ ആ ആലിമായ മനുഷ്യനെ ഉണർത്തിക്കൊണ്ടല്ലാതെ ആ ആബിദായ മനുഷ്യൻ്റെ മനസ്സിൽ വസുവാസുണ്ടാക്കി കടന്നു ചെല്ലാൻ ഈ പറയുന്ന പിശാചിന് കഴിയുന്നില്ല. അതുകൊണ്ട് പിശാച് ധർമ്മസങ്കടപ്പെട്ടിരിക്കുന്നു. ഈ സംഗതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ആബിദിൻ്റെ ആരാധനയേക്കാൾ ആലിമിൻ്റെ ഉറക്കിനാണ് പ്രത്യേക സ്ഥാനമുള്ളത്. ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളിൽ കുടിയേറി പരസ്പരം വെറുപ്പും പകയും ഉണ്ടാക്കിയെടുത്ത് മനുഷ്യർക്ക്, അഥവാ മുസ്ലിം സമൂഹത്തോട് അള്ളാഹു എന്തെന്ന് പറഞ്ഞുവോ നിങ്ങൾ ഐക്യപ്പെടൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും അവൻ്റെ റസൂലും സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ ഐക്യപ്പെടൂ, നിങ്ങൾ തദ്ഹബരീഹക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം തന്നെ. നിങ്ങളങ്ങനെ ഐക്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാറ്റ് പോകും. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ആ ജനത ആത്മവീര്യമുള്ള എന്ന് പറഞ്ഞാൽ ഷഹീദാകാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ വാക്ക് അത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലേറ്റ് നടക്കുന്ന വിഭാഗം ഈ പറയുന്ന നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് കഴിയുന്ന ഷിയാക്കളാണ്. ഓരോ വിശ്വാസിയും കൊതിക്കേണ്ടത് ഷഹാദത്തിനാണ്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് അലി കാംനയി എന്ന വന്യ വയോധികൻ കൊല്ലപ്പെടുന്നത് പോലും അല്ലേ ഭയങ്കര സംഭവമാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ ദുഷ്പ്രചരണങ്ങൾ ശക്തിമത്തായി ഷിയ സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളും സയണിസ്റ്റ് ശക്തികളും വളരെ വ്യക്തമായി ലോകത്ത് പഠിപ്പിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സലഫികളുടെ വാക്കുകൾ കേട്ട് ഈ ഷിയാക്കളെക്കുറിച്ച് പഠിക്കാൻ തന്നെ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് ഒരിക്കലും ഷിയാക്കൾ അങ്ങനെയുള്ളവരല്ല, യഥാർത്ഥ മുസ്ലിങ്ങളാണ് എന്ന് ബോധ്യം വന്ന തെളിവുകൾ ജെമിനിയോട് ചോദിച്ചപ്പോഴും ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴും ഈ സലഫികൾ പറഞ്ഞതുമായി ഒരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് കിട്ടിയത്. അപ്പോൾ അതെന്തോ ആവട്ടെ. അപ്പോൾ ഞാൻ ആദ്യം വെച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ ഒരു ഭാഗം വെക്കുകയാണ്. കൂടുതൽ വെച്ചാൽ കോപ്പിറൈറ്റോ മറ്റോ വരുമെന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു സഹോദരൻ കുറച്ച് മുമ്പ് ഇദ്ദേഹം കൊല്ലപ്പെട്ട്, അഥവാ ഇപ്പോൾ ഏകദേശം മാസങ്ങൾ കഴിഞ്ഞു അല്ലേ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജഡം എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ജഡം മറകടക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ വാക്കുകൾക്ക് പുല്ലുവില അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി അവിടുത്തെ ജനാസ 2 ദിവസം താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതം തോന്നും അല്ലേ. ഈ പറയുന്ന പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന് പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ അവിടുത്തെ ഭൗതിക മഹത്തായ ആ ശരീരം ജനാസ മറയടക്കിയത് 3-ാമത്തെ ദിവസമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന നിലയ്ക്ക് ഒരു അമീർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. 2 പ്രവാചക ശിരോമണിയെ ഒരു ഭരണാധികാരി എന്ന നിലക്ക് മാത്രമല്ല പ്രവാചകനായും കണ്ടതാണല്ലോ, പ്രവാചകനാണ്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസ കാണുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ ഈ അലി കാംനയി ഒരു ആത്മീയ നേതാവാണ്. ആ ഇറാനിൽ നിന്നുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾക്ക് അവിടുത്തെ ജനാസയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കും പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ
നല്ലതായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല ഇന്ന് നിലവിൽ. അദ്ദേഹം മരണപ്പെട്ട പിറ്റേന്ന് തന്നെയോ അതിൻ്റെ പിറ്റേന്ന് തന്നെയോ ഒക്കെയാണ് മറവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനാസയെ അനുഗമിച്ചുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ പങ്കെടുക്കും. അതാണ്. അപ്പോൾ ഈ സയനിസ്റ്റുകൾക്ക് അവരുടെ തന്ത്രപരമായ CCTV ക്യാമറകളിലൂടെ അല്ലെങ്കിൽ പ്രത്യേക എന്തോ സംവിധാനങ്ങളിലൂടെ നമുക്കറിയാം, വളരെ രഹസ്യമായി എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ടൊന്നുമല്ല, പക്ഷേ ബലി കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് ആ ജൂതൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തന്ത്രം ആവിഷ്കരിച്ചിട്ട് പോലും അവർക്ക് റഡാറുകളിലൂടെ കണ്ടെത്തിക്കൊണ്ട് ഈ ഖുമൈനിയെ ഇല്ലാതാക്കാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ സാഹചര്യത്തിൽ നോക്കണോ, അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ സദസ്സിൽ, അദ്ദേഹത്തിൻ്റെ മരണസദസ്സിൽ ആളുകൾ പങ്കെടുക്കും. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, മനുഷ്യത്വമില്ലാത്ത, കാരുണ്യമില്ലാത്ത അങ്ങേയറ്റം നിഷ്ഠൂരന്മാരായ ആ നരാധമന്മാർ ബോംബ് വർഷിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കും. അവരെ വിശ്വസിക്കാൻ പറ്റില്ല. സയനിസ്റ്റുകളെയും ഈ പറയുന്ന ട്രംപിനെയും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ നോക്കൂ, അവരുടെ ചാര കണ്ണുകളിലൂടെ നോക്കി ഈ സമൂഹത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് ബലി കൊടുക്കാതിരിക്കാൻ ഈ പറയുന്ന അലി ഖാംനയുടെ മയ്യത്ത് മറവ് ചെയ്യാതിരുന്നതാണ്. ഇതുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറവ് ചെയ്യാതിരിക്കലിന് പല പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അവരുടെ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു സമാധാനം ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ. സയനിസ്റ്റുകളാണ്, ഇസ്രായേലാണ്, ദൈവദൂതന്മാരെ പോലും വധിക്കാൻ തക്ക കഴിവുണ്ട്, മനസ്സുറപ്പ് നേടിയവരാണ്. എന്തും ചെയ്യും, എന്തും പറയും, എന്തും കാട്ടും, കുറ്റബോധം അശേഷമില്ല. ഇതുപോലെ തന്നെയാണ് ഞാനൊരു സയനിസ്റ്റാണ് എന്ന് പറയുന്ന ട്രംപും. ആ ട്രംപും ട്രംപിൻ്റെ മരുമകനും കുടുംബങ്ങളും അവിടെ ഒരു വലിയ സംഖ്യ, ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും അമേരിക്കയിൽ സയനിസ്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മുഴുവനായിട്ടുമുള്ളത് സയനിസ്റ്റുകളാണ്. ആ സയനിസ്റ്റുകളുടെ എന്താ പറയുക വർധനവ് കൊണ്ടാണ് എന്ത് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചത് തന്നെ. ആലോചിച്ച് നോക്കൂ. പിന്നീട് അവരെ ഈ ഡെമോക്രാറ്റിക് വരുന്നത് തന്നെ പിന്നീട് അവിടെ ഭരണം ചടക്കുന്നത് കൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നമ്മുടെ നാട് പോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ആളുകൾ പോലും മാറി ചിന്തിക്കുമ്പോഴാണ് പിന്നീട് നിലവിലുള്ള ഭരണം പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിൽ എന്തിനും മടിക്കാത്ത, എന്തും ചെയ്യാൻ മനസ്സുറപ്പും കയ്യുറപ്പുമുള്ള, ഒരിക്കലും കുറ്റബോധമോ പാശ്ചാത്താപബോധമോ ഇല്ലാത്ത ഈ സയനിസ്റ്റുകളാലും ട്രംപിൻ്റെ കൈകളാലും ഒക്കെ അവിടെ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടാതിരിക്കാൻ വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഇപ്പോൾ ഇറാനിൽ ഒരു എന്താ പറയുക വെടിയൊച്ച നിലച്ചിട്ടുണ്ട്. അഥവാ ഏകദേശം സന്ധി കരാറുകൾ ഏകദേശമൊക്കെ നടക്കുന്നു എന്നെങ്കിലും പറയാം. അപ്പോൾ ഈ കേവലം രാജ്യത്ത് ഒരു കുറച്ചെങ്കിലും സമാധാനം വന്നതിനു ശേഷമാവാം ഈ മറയടക്ക് എന്ന് ബുദ്ധിപൂർവം കരുതിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനാസ ഇന്ന് മറയടക്കുന്നത്. മാത്രമല്ല ഇന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എത്രത്തോളമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഇനിയും ഈ പറയുന്ന സയനിസ്റ്റുകൾ ഇനിയും മനസാക്ഷിയില്ലാത്ത അവർ ആ ജനാസയെ അനുഗമിക്കുന്ന സദസ്സുകളിലേക്ക് ഇനിയും അവരുടെ ബോംബ് വർഷിക്കുമോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, എനിക്കറിഞ്ഞുകൂടാ. അത്രേ നമുക്കതിൽ പറയാൻ പറ്റുമോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മറയടക്ക് പിന്തിയത്. ബുദ്ധിപൂർവ്വം നീങ്ങാനുള്ള ഒരു വളരെ അത്ഭുതകരമായ കഴിവ് ഉള്ളവരായതുകൊണ്ടാണ് അവർക്ക് എല്ലാ ശക്തികളും അവർക്ക് എതിരായിട്ടും ഉപരോധം വഴി ബുദ്ധിമുട്ടിയിട്ടും യുദ്ധം വഴി പ്രയാസപ്പെട്ടിട്ടുമൊക്കെ അവർക്ക് നിലനിൽക്കുന്ന രണ്ടു കാവലുകൾ. ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ പ്രധാനം, രണ്ട് അവരുടെ ബുദ്ധിപൂർവ്വമുള്ള നീക്കങ്ങൾ അഥവാ താൻ പാതി ദൈവം പാതി എന്ന പ്രക്രിയയിൽ വളരെ എന്താ പറയുക 100% വാക്കുപാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് അവരുടെ വിജയത്തിന് കാരണം. എന്നിരുന്നാലും നമ്മിൽ നിന്ന് വേർപെട്ട ആ ഷഹീദായ അലി ഖാംനയിക്ക് അള്ളാഹു സ്വർഗം നൽകി സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾക്കും അള്ളാഹു ഷഹാദത്താണ് ഖൈറെങ്കിൽ ആ ഷഹാദത്ത് തരട്ടെ. ഒരു വിശ്വാസിക്ക് സ്വാഭാവിക മരണമാണെങ്കിലും അവന് ഷഹാദത്താണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നാം ഇന്ന് കാണുന്ന AP കാന്തപുരം ഉസ്താദിൻ്റെ മാതിരിയോ അല്ലെങ്കിൽ തീവ്ര സലഫികൾ മാതിരിയോ ഒന്നും ചെയ്യേണ്ടവരല്ല. ഇത് ഒരൊറ്റ കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിമാണ് എന്ന മനസ്സോടുകൂടെ
അദ്ദീനു അന്നസിയ മനസ്സിൽ ഉറപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.